word. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വചനഭാഗം വായിച്ചുകൊള്ളാം. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്നെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാകുന്നു. 2 Corinthians 2:14. Let's read 2 Corinthians chapter 2 verse 14 to 15. But thanks be to God who in Christ always leads us in triumphal procession and through us spreads the fragrance of the knowledge of him everywhere. For we are the aroma of Christ to God among those who are being saved and among those who are perishing. പൗലോസ് ആമേൻ ഈ ലേഖനം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഈ ഭാഗം എഴുതുമ്പോൾ ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ഭാഗത്തെ പൗലോസ് തുടങ്ങുകയാണ്. So when Paul writes this portion, he is thanking God. ഇന്ന് ഈ താങ്ക്സ് ഗിവിംഗ് ഈ വീക്ക് നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ, ദൈവസഭയിൽ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. So we all know that we are in the Thanksgiving week, and while we come into the presence of God, we should be thankful to God for all that he has done. യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നും നന്ദി ഒഴുകുന്ന അനുഭവത്തോടെയാണ് നാം ദൈവസന്നിധിയിലായിരിക്കേണ്ടത്. So when we sit in the presence of God, we should have a heart of thanking him for everything that he has given us. കർത്താവിനെ അനുഭവിച്ചവർക്ക് ആർക്കും ആമേൻ അപ്രകാരമല്ലാത്ത ഒരു അനുഭവത്തിലായിരിക്കാൻ കഴിയത്തില്ല. So those who experience the presence, the guidance of God cannot remain unthankful. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടിയവനെ ആമേൻ ഹല്ലേലൂയ അനുഭവം ഓർക്കുമ്പോൾ ആമേൻ പൗലോസ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. Now here Paul comes into the presence of God with a lot of thankfulness. The reason is at the doorstep of Damascus, that is where Jesus Christ intervened in his life and he brought a great change in him, and he wants to thank him for that. 7 സഭകളുടെ നടുവിൽ നടകൊള്ളുന്നവനായ ക്രിസ്തുവിനെ കാണുമ്പോൾ ആമേൻ ഇന്ന് ആമേൻ ആ ഒരു അനുഭവം ആമേൻ നമ്മെ ആരാധനയിലേക്ക് നടത്തുകയാണ്. When he saw the Lord Jesus who is ruling over the 7 churches, he wants to thank Jesus for that. ഞങ്ങളായിരിക്കുന്ന ഛത്തീസ്ഗഡിൽ ചിലപ്പോൾ നിലം ചാണകം മെഴുകിയതായിരിക്കാം. So when we at the place where I'm from, that is Chhattisgarh, so the flooring, we don't have a proper flooring. We use cow dung to make the floor. ആമേൻ. നമ്മുടെ ചുറ്റുമുള്ള മതിലുകൾ ചിലപ്പോൾ ആമേൻ അല്ല കേവലം മണ്ണ് കൊണ്ട് കുഴച്ച് ഉണ്ടാക്കിയതായിരിക്കാം. And the walls that we build is using mud. ചിലപ്പോൾ ചൂട് വരുമ്പോൾ 45 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് വന്നിരിക്കാം. So sometimes we get temperatures, that is temperature around 110 plus. എന്നാൽ ചുറ്റുപാടുകളല്ല നമ്മെ ദൈവത്തെ സ്തുതിക്കാൻ ആമേൻ കാരണം ഉണ്ടാക്കുന്നത്. ആമേൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തു ആമേൻ അവനെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ തരുകയാണ്. But even while we sit in those places, we don't look at the surroundings or the circumstance, but we look at the Father who brought us here, and we thank him for that. അനുഭവങ്ങളെക്കാൾ ഉപരിയായി ആമേൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടൽ ആമേൻ നമ്മുടെ ജീവിതത്തെ വൈകാരികമായ അനുഭവങ്ങളിലേക്ക് ദൈവാത്മാവ് നടത്തുകയാണ്. So more than the surroundings, more than your circumstances, it is Lord Jesus whom you should always look at and worship. വായിച്ച വാക്യത്തിന്റെ ഒരു ആമേൻ ഹല്ലേലൂയ ഇതിഹാസത്തിലേക്ക് ഒന്ന് കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പൗലോസ് ഇവിടെ വർണ്ണിക്കുമ്പോൾ ആമേൻ റോമൻ രാജാവ് ആമേൻ ഹല്ലേലൂയ താൻ ശത്രു പക്ഷത്തേക്ക് കടന്നുപോയി വിജയാളിയായി മടങ്ങി വരുന്ന ഒരു രംഗത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. So let me explain the context of this chapter. So here we see that the king of Rome, he went for a battle, and then he came back with a victory. ഈ രാജാവ് എപ്പോ വന്നാലും ആമേൻ ഇവൻ വിജയാളിയായി മാത്രമേ വരത്തുള്ളൂ. So whenever this king goes out for a war, he will ensure that he will gain victory over that. ഈ ദേശത്തിൽ പരാജയ ഭീതിയോടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നാം സേവിക്കുന്ന ദൈവം ആമേൻ അവൻ വിജയാളിയായി നമ്മെ നടത്തുവാൻ കഴിയുന്ന ദൈവമാണ്. I would like to convey a message from here, that is, if you have a fear of failure while you are situated in this place, remember that you have a God who has gained victory over everything. ഈ സാമ്രാജ്യത്തെ ഭരിക്കുന്ന ഈ രാജാവ് വിജയാളിയായി ആമേൻ ശത്രുപക്ഷത്തുനിന്ന് വരുമ്പോൾ അവിടെ കാണുന്ന ഒരു രംഗം ഇപ്രകാരമാണ്. So when king of Rome came back from the battle after gaining victory,
അവിടെ ഒരു വലിയ ആരവത്തോടുകൂടെ രാജാവിന്റെ പിൻപിൽ ഒരു കൂട്ടം ജനമുണ്ട്. So when he is marching towards his kingdom, there the people of his country, they are so happy and they began to celebrate that. രാജാവ് കടന്നുപോയ ആ സ്ഥലത്ത് നിന്നും ചിലരെ വിടുവിച്ചുകൊണ്ട് രാജാവ് മടങ്ങി വരികയാണ്. So this king, after gaining victory, after being victorious, he bought few people and few things from the enemy place. ആരും രാജാവിനോട് ആരും അവരോട് പറയേണ്ട കാര്യമില്ല. ഇവരെല്ലാവരും ഓട്ടോമാറ്റിക് ആയിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കടന്നു വരികയാണ്. So when that king came into their kingdom, the people of that country, nobody asked them to celebrate, nobody asked them to sing praises, but they themselves started praising their king. എന്നാൽ മറുപക്ഷത്തിൽ രാജാവിനെ സ്വീകരിക്കുവാൻ ഒരു കൂട്ടം അകത്ത് ചില വ്യക്തികൾ നിൽക്കുകയാണ്. So at the same time, there are few people who are appointed to welcome this king. അവരും രാജാവേ ജയ ജയ എന്ന് വിളിച്ചുകൊണ്ട് അവരും കാത്തു നിൽക്കുകയാണ്. And even they are chanting praises to this king. ഇവിടെ പൗലോസ് താൻ ഏത് പക്ഷത്തുനിന്നുള്ള വിഷയം രാജാവിന്റെ പുറകിൽ വരുന്നവരാണോ അതോ രാജാവിനെ സ്വീകരിക്കാൻ വരുന്നവരാണോ? So here Paul is clearly asking us one thing: which group are we in? Are we coming behind the king or are we welcoming the king? ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, മരണത്തിന്റെ പാശങ്ങളിൽ പിടിക്കപ്പെട്ടവനായിരുന്ന പാപത്തിന്റെ ബന്ധനത്തിൽ അഴിക്കുവാൻ കഴിയാതിരുന്ന അനുഭവത്തിലായിരുന്ന എന്നെ ക്രിസ്തു എന്ന ജയവീരൻ വന്ന് എന്നെ വിടുവിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. So today the reason why we worship Jesus is because while I was trapped in sin, while I was locked in that pit, that is where my king, that is Jesus, came down and he broke those chains and he pulled me out of that pit and he brought me until now. കേവലം ശത്രുപക്ഷത്തായിരുന്ന എന്നെ തേടി അരിമാതാൻ കടന്നു വന്ന് അവന്റെ പാപത്തിന്റെ അനുഭവനെ പൊട്ടിച്ച് ഹല്ലേലൂയ ജയത്തിന്റെ പക്ഷത്തിലേക്ക് ജയത്തോടെ എന്നെ നടത്തുകയാണ്. So while I was trapped in the pit of sin, while the enemy entangled me with the chains, that is when Jesus came into my life and he brought me out of that pit and he gave me a freedom. എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഛത്തീസ്ഗഡിൽ പോയപ്പോൾ ചിലർ എന്നോട് പറഞ്ഞു നീ ഒരു തോൽവിയിലേക്ക് അല്ലേ പോകുന്നതെന്ന്. After finishing my engineering, when I went to the state of Chhattisgarh in India, everybody said that you are going to a place of failure. എനിക്ക് അറിയാം ഞാൻ പിൻഗമിക്കുന്നത് ജയിക്കുവാനായി എന്നെ വിളിച്ചൊരു ദൈവത്തെ തന്നെയാണ്. But I know a fact that I'm not heading to a failure, but instead there is a God who has already gotten victory over this world and he is with me and he is leading me to this place. ആദിവാസികൾ മാത്രം താമസിക്കുന്ന ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ ലോകം എന്നോട് ചോദിക്കും നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിച്ചു പോകത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്നെ വിളിച്ച ദൈവം എന്നെ ലജ്ജിപ്പിക്കുവാനല്ല ഹല്ലേലൂയ ജയത്തിന്റെ ഘോഷം ഉയർത്തി ഇവനെ പിൻഗമിപ്പാനാണ് കർത്താവിനെ വിളിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ്. So when I went to minister with the tribals there, people around, they have asked me that you are spoiling the future of your children as well, but I firmly believe that the God who called me and the God who is leading me here will also safeguard my children and their future. ഇത് ഞാൻ പറയുമ്പോൾ ഇത് എൻ്റെ സാക്ഷ്യമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം ആയിരിക്കുന്നത് കർത്താവിൻ്റെ വിളി കേട്ട് നാം പോവുകയാണെങ്കിൽ, നോർത്ത് ഇന്ത്യ പോകുന്ന കാര്യമല്ല പറയുന്നത്, ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി കേട്ട് നാം പോവുകയാണെങ്കിൽ നമ്മെ ജയത്തിൻ്റെ അനുഭവത്തിൽ മുന്നേറുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. So if we are following according to the God's word and his voice and his directions, no matter which place you go to, you will always remain victorious. അപ്പോൾ ഈ രാജാവിന്റെ പുറകിൽ നടക്കുന്നവരെല്ലാവരും രാജാവിനെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് അവർ വരികയാണ്. So when the king came back after this battle, everybody around him started praising him. ഈ യെരിഹോയുടെ പടിവാതിൽ ഇരിക്കുന്ന തിമായിയുടെ മകനായ ബർത്തിമായോട് എല്ലാവരും വായടച്ചിരിക്കുവാൻ വേണ്ടി പറയുകയാണ്. We know that there was a man named Bartimaeus who was seated in the city of Jericho and he was crying out
about Jesus, and everybody asked him to remain silent. ആമേൻ ഈ കർത്താവിന്റെ അരികിൽ കൂടെ കർത്താവിന്റെ ആമേൻ അടുത്തൂടെ നടക്കുന്നു പോകുന്നവരെല്ലാം ആമേൻ ഇവരോട് പറഞ്ഞു മിണ്ടാതിരി ആമേൻ അലക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. So when Jesus was passing by that street, Bartimaeus started crying out and calling out Jesus, but everybody asked him to remain silent. എന്നാൽ അന്ധനായവൻ അറിയാം ആമേൻ ഇവന്റെ നിലവിളിയുടെ ആമേൻ വിഷയം പിന്നിൽ എന്താണെന്ന്. But even though he was blind, he knew a fact that there is something that is moving right in front of me, and that is what I should praise about. അവിടെ ഇരിക്കുന്നത് ആമേൻ കേവലം ബദ്ധനായ ഒരു വസ്ത്രം ഇട്ടുകൊണ്ടാണെങ്കിലും അവൻ അറിയാം അകത്ത് വെളിപ്പെടുന്ന വെളിപ്പാടിന്റെ ആഴം എത്ര ശക്തിയാണുള്ളതാണ്. So even though he was blinded, even though his eyes were blinded, but still he has got a deeper revelation within his heart that there is a person who is walking right in front of me and he is victorious. ഇന്ന് കർത്തൃദിവസത്തിൽ ബീക്കാ ദൈവസഭയിൽ ആരാധിക്കുവാൻ വന്ന ആമേൻ ദൈവമക്കൾ ആമേൻ ദൈവദാസൻ പറയുന്ന തിയോളജിയേക്കാൾ ആമേൻ ഉപരിയായി ആമേൻ അകത്ത് വെളിപ്പെടുന്ന വെളിപ്പാടിനാൽ ഇവനെ ആരാധിക്കുവാൻ വേണ്ടി ആരംഭിക്കുകയാണ്. So all the members of Bika Church, when you are seated over here, more than the theological perspective that you hear, look at Jesus, understand him who is right in front of you. ആമേൻ ഒന്നാമത്തെ കാര്യം ആമേൻ ഇവരെ ആരാധിക്കുവാൻ ആമേൻ ഇവനെ പിൻപറ്റുവാനുള്ള കാര്യം ആമേൻ is because of the nature of it. അതിന്റെ സ്വഭാവമാണ് ആമേൻ ഇവരെ ആരാധിപ്പിക്കുന്നതിന്റെ വിഷയം. So the nature or else the character is always the thing that will help us to worship God. 14ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ആമേൻ ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവം. So here we see that in verse number 14, but thanks be to God who in Christ always leads us in triumphal procession. ഈ പുറകിൽ നടക്കുന്ന ആർക്കും ആമേൻ ഹല്ലേലൂയ ഈ ആമേൻ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മുൻപിൽ നടക്കുന്ന ഈ രാജാവ് മുഖാന്തരം അവരുടെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുകയാണ്. So when the king, when he comes back to his country after freeing all the prisoners of his country, those prisoners, they don't know the fact that how they know the fact that they have suffered a lot, but after king brought them to this land, they are overfilled with joy. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ക്രിസ്തുവിൽ നമ്മെ സ്വതന്ത്രമായി നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. So God wants us to be freed in the presence of God through the Holy Spirit. നാം ആയിരിക്കുന്ന പശ്ചാത്തലമല്ല വിഷയം, നാം ആമേൻ ഹല്ലേലൂയ ഉൾപ്പെട്ടിരിക്കുന്ന ജോലിയല്ല വിഷയം, ആമേൻ നാം അനുഭവിക്കുന്ന ആമേൻ യാതൊരു കാര്യങ്ങളുമല്ല വിഷയം. ആമേൻ ക്രിസ്തുവിൽ ഞാൻ ആണെങ്കിൽ ആമേൻ നിശ്ചയമായി ഞാൻ സ്വതന്ത്രമായി നടക്കുവാൻ വേണ്ടി പോവുകയാണ്. God is not bothered about your job or your circumstance, but he is bothered about you. If you abide in him, you will be having a freedom and you will remain victorious. ലവോദിക്യ ദൈവസഭയോട് ദൈവാത്മാ പറയുന്ന ഒരു കാര്യം, ഞാൻ പണ്ട് അകത്തായിരുന്നു എന്നാൽ പുറത്തു നിന്ന് ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്രിസ്തുവിൽ അല്ലെങ്കിൽ മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. The word of God that God spoke to Laodica church is that there was a time while where I was inside the church, but right now I'm standing at the door and knocking the door. നമുക്കെല്ലാവർക്കും ഈ കർത്താവിൽ വന്നാൽ ആമേൻ നിശ്ചയമായി സ്വതന്ത്രമാണ്. So we all know the fact that when Jesus comes into our lives, we will have freedom. ചോദ്യം ഇതാണ്, ആമേൻ ഈ സ്വാതന്ത്ര്യം എത്ര കാലം വരെ എന്നുള്ളതാണ്. Now our question is that how long will we have this freedom for? 14ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവിൽ നമ്മെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. So in verse number 14 it says that be thanks to God who in Christ always leads us in triumphal procession. Always leads us in triumphal procession. ആമേൻ എല്ലായ്പ്പോഴും നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവം. Always leads us in triumphal procession. ഒരു തലവേദന വരുമ്പോൾ വിട്ടുപോകുന്നതല്ല ഈ ജയം. So when you get a headache, God will not leave you or you will not lose this victory. ഒരു നിരാശ വരുമ്പോൾ വിട്ടുപോകുന്നതല്ല ഈ ജയം. So when you face a hardship in your life, this victory will not fade away from your life. ജീവിതത്തെ തകർത്ത് കളയുമെന്ന് ആമേൻ ഹല്ലേലൂയ വാദിച്ചു നിൽക്കുന്ന അനുഭവങ്ങളെ കാണുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന കാര്യം, എന്നെ ജയത്തോടെ നടത്തുവാൻ ഈ ദൈവം മതിയായവൻ തന്നെ. Even when the circumstances around you is against you and it is
it is trying to destroy your life, still we should have a confidence that my Lord Jesus will always give a triumphal position through this. ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിന്റെ സഭയോട് ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ടെന്ന്. I believe that God is speaking to you all today. ഈ ജയം നമ്മെ എല്ലായ്പ്പോഴും നടത്തുവാൻ ഈ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. Remember, our God always leads us in triumphal procession. മൂന്നാമത്തെ ഒരു വിഷയം പറഞ്ഞു വേഗത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. Let's go for the third point. ഈ ജയമൊക്കെ നല്ലതാണ്, ഈ ജയം എപ്പോഴും നിലനിൽക്കുന്ന നല്ലതാണ്. But again, there is a manifestation of this victorious life. ഇത് വെളിപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. So we get this triumphal procession, but again there is also a requirement to manifest it. അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. 15 രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. 2 പ്രാവശ്യം ആ സ്വീറ്റ് സ്മെല്ലിംഗ് അരോമ എന്നുള്ള കാര്യം കാണാൻ കഴിയുന്നു. So there we see a term that is sweet smelling aroma, and that is what the manifestation that I talked about. ഒന്ന് ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന എല്ലായിടത്തും പരത്തുന്ന ദൈവം. So the first thing is the fragrance of the knowledge of him everywhere. 15 ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. And verse number 15 says that we are the aroma of Christ. ഇന്ന് നാം ഇവിടെ ആരാധിക്കാൻ വേണ്ടി വന്നത് ക്രിസ്തുവിന് ഒരു സൗരഭ്യവാസന കൊടുക്കാനാണ്. So today while we sit in the presence of God, remember that we are the aroma of Christ. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഡിയോഡറന്റ് ഒക്കെ ഇങ്ങനെ അടിച്ചു. So before coming here, I body spray and deodorant. കാരണം എന്റെ അടുത്തിരിക്കുന്ന ദൈവദാസൻ ഞാനൊരു സൗരഭ്യവാസന ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു. Because people who sit near me, they should have a good smell. ഇന്ന് ആരാധനയ്ക്കായി വന്ന നാം ഓരോരുത്തരും അവനൊരു സൗരഭ്യവാസനയായി വരികയാണ്. But not only that, remember that we should emit the aroma of Christ through our lives. പാപിനി എന്ന് വിളിക്കപ്പെട്ടവൾ ഒരു ദിവസം ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി വരികയാണ്. So there was a sinful woman who came to see Jesus. ചില പരീശന്മാരുടെ മധ്യത്തിൽ യേശു ഇരുന്നുകൊണ്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. So while Jesus was sitting with Pharisees and he was discussing with them, ജീവിതത്തിലെ എല്ലാ നന്മകളും ഒരു കുപ്പിയിൽ പിടിച്ച് ഈ കർത്താവിനെ കാണുവാൻ വേണ്ടി വന്ന് ഇങ്ങനെ എത്തി നോക്കുകയാണ്. There came the sinful woman with a pot of oil and she came to see Jesus. ഇന്ത്യയിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാൻ കഴിയും. ഒരുപാട് പേര് ക്രിസ്തുവിന്റെ മാധുര്യത്തെ കാണുവാൻ വേണ്ടി ഈ എത്തി നോക്കുന്ന അനുഭവത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. So since I'm in Chhattisgarh, then there I see clearly that there are people like this sinful woman who wants to see, who wants to have this aroma of Christ in their lives. ഞാനൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞോട്ടെ. Praise God, hallelujah. This is what I believe. Hallelujah. There is nothing that can give hallelujah eternal life. Hallelujah. And it is only through Christ Jesus that we can enjoy a peaceful life. Hallelujah. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം hallelujah ഈ ഭൂമിയിൽ നമുക്ക് നിത്യ സന്തോഷത്തെ തരുവാൻ കഴിയുന്നത് ക്രിസ്തു മുഖാന്തരം മാത്രമാണ്. Praise God, hallelujah. വീണ്ടും ഞാൻ തുടർന്ന് പറയേണ്ടി ആഗ്രഹിക്കുന്നു. ഈ സ്ത്രീ വന്ന് ഇങ്ങനെ എത്തി നോക്കുകയാണ് ഈ കർത്താവിന്റെ അരികിലേക്ക് എങ്ങനെ ഒന്ന് പോകാൻ കഴിയും. So this sinful woman, when she came to this place, she wanted to see, she wanted to meet Jesus, but she is thinking, how can I approach him? അവൾക്ക് ഈ കർത്താവിനെ നന്നായിട്ട് അറിയാം. Because she got to know about Jesus very well. ഇരിക്കുന്നവർ മുഖാന്തരം അകത്തേക്ക് കടക്കാൻ വേണ്ടി ഭയങ്കര പേടിയാണ്. But looking at the people who are seated with Jesus, she is thinking twice. ഈ കർത്താവുമായുള്ള പ്രോക്സിമിറ്റി അല്ല hallelujah ഇവനുമായി നമുക്ക് അഭേദ്യമായ ഒരു അനുഭവം ഉണ്ടാകുന്നത് നമ്മുടെ അകത്ത് വാഴുന്ന ആത്മബന്ധത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. The proximity will not help us to come to Christ, but it is always the testimony or else the presence that we actually experience will bring us to the Christ. ഞാനൊരു ബൈബിൾ ട്രാൻസ്ലേറ്റർ ആയിരുന്നു. I'm a Bible translator. രാവിലെ 8 മണി മുതൽ രാത്രി 7 മണി വരെ എന്റെ ജോലി ബൈബിളുമായി മാത്രം ഇരിക്കുകയാണ്. I used to spend around 11 hours a day to translate Bible. ഇവിടെ ഗ്രീക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. So I opened Greek Bible. ഇപ്പുറത്ത് 3 കമന്ററി തുറന്നു വെച്ചിട്ടുണ്ട്. I also opened different commentaries. 4-5 ഇംഗ്ലീഷ് ബൈബിളും തുറന്നു വെച്ചിട്ടുണ്ട്. And I have 4-5 English Bibles. മുൻപിൽ ഒന്നും അറിയാത്ത അവിടെ ലോക്കൽ സഹോദരന്മാർ ഇരിപ്പുണ്ട്. And there are also people who are seated over there who doesn't know anything about Bible. ഞങ്ങൾ ഈ പൊറോട്ട അടിക്കുന്നത് പോലെ
ആമേൻ ഹല്ലേലൂയ ബൈബിൾ ആമേൻ വചനം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അടിക്കുന്നുണ്ട്. So we just flip the pages all around. Pages all around. I mean, it's not like that. I mean, what I was about to tell is that, I mean, we were trying to, I mean, exegete the, I mean, hallelujah, verses, I mean, here and there, just like, I mean, we Malayalis make something called porota. Praise God, hallelujah. I mean, I mean, നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So we were doing that regularly. ആമേൻ. എന്നിരുന്നാലും ഈ വചനം എന്നോട് സംസാരിക്കുന്നില്ല. But the word of God, I don't hear anything from the word of God. ഇതിന്റെ ഗ്രീക്ക്, ഹീബ്രു, ആൽഫയും ഗാമയും എല്ലാം ഞാൻ പഠിക്കുന്നുണ്ട്. So I was learning all the languages, Greek and Hebrew. പക്ഷേ ഈ വചനം എന്നോട് സംസാരിക്കേണ്ട ആവശ്യമാണ്. But this word should really speak to me. ഒരു ദിവസം 12 മണിക്കൂർ ഞാൻ ഈ ബൈബിളുമായി ഇരുന്നാലും ഈ വചനം എന്നോട് എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല. So even though I sit with the Bible for around 12 hours a day, but still it is not talking to me. പക്ഷേ രഹസ്യം ഇതാണ്, ആമേൻ, ഇതിന്റെ അകത്ത് പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിച്ചാൽ ആമേൻ ഈ വചനം എന്റെ അകത്ത് ജീവൻ പകരുവാൻ വേണ്ടി പോവുകയാണ്. But the secret is that when we have the infilling of Holy Spirit, that is when this scripture will start talking to us. ആമേൻ ഹല്ലേലൂയ. ഈ കർത്താവിന്റെ അരികിൽ ആമേൻ ഇവരിയ്ക്കുകയാണ്. ഇവരുടെ ജീവിതത്തിൽ യാതൊരു മാനസാന്തരവുമില്ല. So here we see that Pharisees, they are closely seated with Jesus, but they don't hear anything from him. ആമേൻ. ഇവർക്ക് ആമേൻ ഹല്ലേലൂയ ഈ എഴുതിയ ലിഖിതങ്ങളെ പറ്റി ഒത്തിരി വിവരവും വിജ്ഞാനവും ഉണ്ട്. So the Pharisees, they know a lot about the scriptures. എന്നാൽ പുറത്തു വന്ന ഈ സ്ത്രീക്ക് ആമേൻ ഇവനെ കാണുവാൻ അകത്ത് വെമ്പൽ വർദ്ധിക്കുകയാണ്. But these Pharisees don't have a revelation. But the sinful woman, she has got something that is a revelation about Jesus. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണമേ. ആമേൻ. ഇവന്റെ അരികിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ആമേൻ ഒരു അനുഭവത്തിൽ ആമേൻ ഒരു പാപിനിയായ സ്ത്രീ വന്നിരിക്കുകയാണ്. So this sinful woman who got revelation, she is standing at the doorstep and thinking, should I step in or should I stand here? ഇന്ന് ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ വന്നപ്പോൾ നമ്മുടെ എത്രയുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു വെമ്പലോടെ വന്നിട്ടുണ്ട്. So today, how many of you have experienced the same thing? Should I really step into the presence of God? Should I really go into the church or not? ഞങ്ങളായിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ ആമേൻ ഞങ്ങൾ ആമേൻ ഹല്ലേലൂയ കൂടി വരുന്ന ആമേൻ പല വില്ലേജുകളിൽ നിന്ന് ആരാധന നിർത്തിവെച്ചിരിക്കുകയാണ്. So in the most of the villages that we are in, we have stopped this Sunday worship. ഞാൻ ഡിഗ്നഗർ എന്ന് പറഞ്ഞ ഒരു വില്ലേജിൽ പോയപ്പോൾ ഡിഗ്നഗർ is the name of a village. So there is a place called Dignagar. ഞാൻ അവിടെ ആമേൻ ഒരു ഫാസ്റ്റിംഗ് prayer നിൽക്കുകയാണ്. So there was a fasting prayer there. ഇങ്ങനെ പവർ പാക്ഡ് ആയിട്ടൊക്കെ പ്രസംഗിക്കുക. And I was preaching from the word of God. ഇരുന്നോട്ട് ഒരു സഹോദരി എന്നൊക്കെ ചിരിച്ചു കാണിക്കുന്നു. And there was നമ്മെ സഹായിക്കട്ടെ. As a brother, let me remind you all that today we enjoy the freedom to worship God. So let's take full advantage of that to worship him. കയ്യിലുള്ള കുപ്പി ആമേൻ ഹല്ലേലൂയ സ്ത്രീ ഒന്ന് തുറന്നു നോക്കുകയാണ്. So she is carrying a pot full of oil. ഇത് ആമേൻ ഹല്ലേലൂയ താൻ തുറന്നു നോക്കുകയാണ്. So she opened that. ആമേൻ ഹല്ലേലൂയ ഇതൊന്നും ഒരു തുള്ളി ഇവന്റെ മേലൊന്ന് ഇട്ടാലോ. She wants to at least sprinkle at least a drop of that. ആമേൻ ഹല്ലേലൂയ. അതോ ഇവന്റെ അരികിൽ കൊണ്ട് ഇതൊന്ന് വെച്ചാൽ മതിയോ എന്ന് താൻ ചിന്തിക്കുകയാണ്. Or should I just place it at his feet? ആരാധനയുടെ മുഹൂർത്തത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. So I would like to tell something about the worship. കർത്താവിന്റെ അരികിലേക്ക് അവൾ കടന്നു വന്നപ്പോൾ when the sinful woman came to the presence of Jesus, എന്താ ചെയ്യുന്നത് ചിന്തിക്കാതെ വണ്ണം, so she did not think about what she was supposed to do. താഴെയിട്ട് അവൻ പൊട്ടിച്ചു കളയുകയാണ്. She is just dropping that pot and she is breaking that. നിന്റെ അരികിൽ വരുമ്പോൾ എന്റെ പോക്കറ്റിലെ $10 $100 ചിന്തിക്കാൻ കഴിയത്തില്ല. കർത്താവേ എന്നെ തന്നെ നിന്റെ മുമ്പിലേക്ക് ആമേ പകർന്നിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So this sinful woman, she dropped that pot and she broke it, because when she saw Jesus, she understood that when I'm in front of him, I would like to surrender myself and everything that I have in front of him. ഇന്ന് പകരമായി എനിക്ക് കർത്താവിന് എന്ത് കൊടുക്കാനുണ്ട്?
Today the question is, what do you have in your hand to give it to Jesus? ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിന്റെ കരികിലേക്ക് ഒന്ന് പകർന്നു കൊടുക്കുക. So I believe that we can completely surrender ourselves into his hands. 14-15 വാക്യം 2 ആമേൻ സൗരഭ്യവാസം ഞാൻ പറഞ്ഞു. So verse 14 and 15, there we see two aromas. എല്ലായിടത്തും ആമേൻ ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന അവർ ആമേൻ വ്യാപരിപ്പിക്കുക. So the first one is the fragrance of knowledge of Jesus. 2 ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന ആമേൻ വ്യാപിപ്പിക്കുക. And the second one is aroma of Christ alone. 2 ആസ്പെക്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. So I would like to explain two aspects from this. ഒന്ന് ആമേൻ നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ അവനവന്റെ ആരാധനയുടെ സൗരഭ്യ വാസനയെ അവനവന്റെ സന്നിധിയിലേക്ക് പകരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. So the first one is, when we come into the presence of God, let us break this pot and offer him the sweet aroma of worship. 2 ആമേൻ രക്ഷിക്കപ്പെടുന്നവരുടെയും അല്ലാത്തവരുടെയും ആമേൻ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. And the second aroma of Christ, that is, let us spread that aroma with the people who are saved and with the people who are not saved. I am not just telling that amen we need to come to North India to do that, amen, hallelujah, but again I believe that, amen, hallelujah, this is the place, amen, where you can, amen, tell about the love of Jesus to so many people. നിങ്ങൾ നോർത്ത് ഇന്ത്യക്ക് വരേണ്ട ആവശ്യമില്ല, പക്ഷെ ദൈവം നിങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ അരോമ സ്പ്രെഡ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ വന്ന് ഒരാൾ ഒരിടത്ത് മീറ്റിംഗിന് വേണ്ടി വിളിച്ചു. So one day a person called for a meeting. എനിക്കെന്നെ ആമേൻ ഹല്ലേലൂയ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. And he could not drop me back. വളരെ സങ്കടത്തോടെ, എനിക്കറിയത്തില്ല എന്തുവാണ് ആ സങ്കടം, ആമേൻ ഹല്ലേലൂയ വളരെ സങ്കടത്തോടെ തന്റെ യൂബർ കയറ്റി എന്നെ വിട്ടു. He could not drop me back, so then he said that, Pastor, let me book an Uber and let me send you. ആമേൻ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യൂബർ ഡ്രൈവറിന്റെ പേര് എംഡി എന്നാണ്. So the driver's name is MD. മനസ്സിലായിക്കാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തോട് ആമേൻ ഹല്ലേലൂയ ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനിടയായി തീർന്നു. So I was just having a chat with him. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. So I felt so good about him. താൻ ഈ സത്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. Because he was talking about the scripture, the truth and the experiences that he ഞാൻ had. വിചാരിച്ചു ഇത് തന്നെ എനിക്ക് അവസരം. So then I thought, okay, this is the right moment. എന്നോട് സുവിശേഷം പറയാൻ കർത്താവ് ഇടയാക്കി. I thought of like sharing the gospel with him. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ സുവിശേഷത്തിന്റെ സൗരഭ്യവാസന വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. So I believe that wherever we are, God has entrusted us a responsibility to spread this aroma with the people who are surrounded. ഇവിടെ ഒരാൾ പറഞ്ഞു താങ്ക്സ് ഗിവിംഗ് നല്ല ആമേൻ ഒരു ഫെസ്റ്റിവലാണ്. So here a person said that Thanksgiving is a great festival. അതിന്റെ കാരണം ഈ താങ്ക്സ് ഗിവിംഗിൽ പ്രോബബ്ലി ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. Because the reason is that during Thanksgiving we don't have a practice of giving gifts. ക്രിസ്മസിൽ എല്ലാവർക്കും ആമേൻ ഹല്ലേലൂയ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് കൊടുക്കേണ്ട കാര്യമാണ്. But during Christmas it is a compulsion for us to offer gifts. പ്രൈസ് ദി ലോർഡ്. ക്രിസ്മസിന് മുമ്പ് ഞാൻ അങ്ങ് തിരിച്ചു പോകും. But before Christmas I'm planning to head back to India. പക്ഷേ ഈ താങ്ക്സ് ഗിവിംഗിലായിരിക്കുമ്പോൾ കർത്താവിന് കൊടുക്കുവാൻ നമുക്ക് എന്ത് കഴിയും? So while we are in this week of Thanksgiving, my question to us, what can you give to Deepak Jesus? has many stories to tell about himself. ദീപക് ആമേൻ ഹല്ലേലൂയ, ദീപകിന് ആമേൻ ഹല്ലേലൂയ തന്റെ സ്വന്തം ആമേൻ ജീവിതത്തിന് ഒത്തിരി കഥ പറയാൻ കാണും. So brother Deepak has a lot of things to tell about his experience with Jesus. പക്ഷേ ഈ ആമേൻ ക്രിസ്തുവിനെ നമ്മുടെ ചുറ്റും വരച്ചു കാട്ടുവാൻ ഈ താങ്ക്സ് ഗിവിംഗിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. So during this season of Thanksgiving, can we spread this aroma of Christ to the people who are around us? നിർത്തിക്കൊള്ളുമ്പോൾ വീണ്ടും ആമേൻ ഹല്ലേലൂയ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവിൽ നമ്മെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. So through Christ he will always lead us in triumphal procession. ഇവിടെ ഞാൻ നിർത്തിക്കൊള്ളുന്നു. നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എന്നെ ഇവിടെ ആമേൻ സമയം അനുവദിച്ച ദൈവദാസൻ ആമേൻ ദൈവമക്കളോട് വിശേഷമായ നന്ദി അറിയിക്കുന്നു. വീണ്ടും ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യ കർത്താവ് പിടിക്കുവാനായി. I conclude my words with this. I want to thank Pastor for giving me this opportunity, and to all the people who have heard me, please continue to pray for India and the ministry over there. I believe that God is going to visit India soon.